ഡിവോഴ്സിന് ശേഷം എല്ലാവരിലും സൗന്ദര്യം കൂടുന്നു, അവരുടെ ബോഡി ബിൽഡിംഗ് കറക്റ്റായിട്ട് നടക്കുന്നു, അവർ വളരെ ഹാപ്പി ആയിട്ട് കാണുന്നു, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു വീട്ടിലാണെങ്കിലും ശരി, അത് നമ്മളുടെ വീട്ടിലാണെങ്കിലും ശരി, നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിലാണെങ്കിലും ശരി, നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ്. മറ്റൊരാൾ നമ്മളെ റെസ്പെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കണം, അത് ജെന്യൂൻ ആയിരിക്കണം. എന്ത് കാര്യമാണെങ്കിലും അത് തുറന്നു പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യമാണ് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കല്യാണത്തിന് ശേഷം ഒരുപാട് പെൺകുട്ടികൾക്ക് റെസ്ട്രിക്ഷൻസ് വന്നതുപോലെ അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ അവർ ഫീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് ഒരു വീട്ടിൽ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിയുന്ന സമയത്ത് നമ്മൾ ആദ്യം എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ആ വീടിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും. പക്ഷെ യഥാർത്ഥ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് അവരാദ്യം ആ കാര്യങ്ങളിൽ വിശ്വസിക്കും. നിങ്ങൾ നല്ലൊരു കുടുംബം നോക്കുന്ന ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ കുട്ടി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരത് വിശ്വസിക്കും. അതിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്ന സമയത്ത്, നിങ്ങളിലെ റിയാലിറ്റി നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഒരിക്കലും നമ്മളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡിവോഴ്സ് ആവണമെന്നില്ല. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തീരുമാനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ ഇന്നർ എനർജിയെ തിരിച്ചറിയുക, നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിഫോർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ ഡിവോഴ്സ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.